ഹമാസിനെതിരെയുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഹമാസിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത്. എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണം പെട്ടെന്നുള്ള? അതായത് ഹമാസിൻ്റെ കഥ കഴിക്കാനായിട്ട് ഇപ്പോൾ അമേരിക്ക കൂടെ ഇസ്രായേലിനൊപ്പം പൂർണ്ണ പിന്തുണയുമായി ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന് കാരണമായത് വെടിനിർത്തൽ കരാറിൽ നിന്ന് ഹമാസ് പിന്നോട്ട് പോയി എന്നുള്ളത് ട്രംപിനെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ് പ്രത്യക്ഷ കാരണമായിട്ട് പറയുന്നത്. ഇതിന് മുൻപേ നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളത് ഇസ്രായേൽ ഇറാൻ സംഘർഷ സമയത്തായിരുന്നു. അവിടെ അമേരിക്ക പറഞ്ഞിരുന്നത് ഇറാനോട് നിരുപാധികം കീഴടങ്ങാൻ പറഞ്ഞിരുന്നു. അതിന് ഇറാൻ കൊടുത്ത മറുപടി ആര് വന്നാലും ഇതിനിടയ്ക്ക് ആരും വരരുത്, ആര് വന്നാലും നമ്മൾ തിരിച്ചടിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അമേരിക്ക അവിടെ 2 ആഴ്ച എടുക്കും നിങ്ങളെ അടിക്കണോ വേണ്ടോ തീരുമാനിക്കാൻ എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് വാൾ സ്ട്രീറ്റ് ജേർണലിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇറാനെ അടിക്കാൻ അമേരിക്ക പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ട്രംപ് സൈനിക ഉദ്യോഗസ്ഥരുടെ അത്തരത്തിലൊരു ചർച്ച നടത്തിയിരുന്നു എന്ന് വാൾ സ്ട്രീറ്റ് ജേർണലിൽ പറഞ്ഞു. ട്രംപ് നിഷേധിച്ചു അപ്പോൾ. പക്ഷേ അത് നമ്മൾ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് കണ്ടു. 2 ആഴ്ചയൊന്നും അവൻ കാത്തിരുന്നില്ല, 1 ആഴ്ച അവൻ പോലും കാത്തിരുന്നില്ല. അതിന് മുന്നേ തന്നെ അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്നുള്ളതാണ്. അതിന് കാരണമായത് എന്താണ്? അവിടെ നിന്ന് ഈ സമ്പുഷ്ടീകരണപ്പെട്ട യുറേനിയം ഇറാൻ അവിടെ നിന്ന് മാറ്റാൻ പദ്ധതി ഇട്ട് തുടങ്ങി. ഇത് അമേരിക്കൻ ഇൻ്റലിജൻസ് അറിഞ്ഞപ്പോൾ വൈകി എന്നുള്ളതാണ് സത്യം. ട്രംപ് അവിടെ എത്തി, ഈ ട്രംപിൻ്റെ ചെവിയിൽ ഈ വാർത്ത എത്തി. അമേരിക്ക B-2 ബോംബറുകൾ അങ്ങോട്ടേക്ക് വിട്ടപ്പോഴത്തേക്കും അവർ ഒട്ടുമിക്ക ഏകദേശം അവർ പറയുന്നത് 70-75% യുറേനിയം അവിടെ നിന്ന് മാറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ ഒരു സാഹചര്യം ഇപ്പോൾ ഹമാസിൻ്റെ അത്തരത്തിലുള്ളൊരു ഇൻ്റലിജൻസ് വിവരം ട്രംപിൻ്റെ ചെവിയിൽ എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇതുവരെ ഉള്ളായിരുന്ന സമീപനമല്ല അമേരിക്ക ഇപ്പോൾ എടുക്കുന്നത്. ഹമാസിനെ ഒന്നടങ്കം തുടച്ചു നീക്കാനാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത്. എന്തായാലും നെതന്യാഹു ഈ ഒരു എന്താ പറയുക, നെതന്യാഹുവിൻ്റെ വല്യേട്ടനാണല്ലോ ട്രംപ് എന്ന് പറയുന്നത്. അപ്പോൾ നെതന്യാഹു ഇത്തരത്തിലുള്ളൊരു ഒരു ഓർഡർ അല്ലെങ്കിൽ ഉത്തരവ് ജ്യേഷ്ഠനിൽ നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് എന്താ പറയുക സമ്മതത്തോടെ തന്നെ അദ്ദേഹം പൂർണ്ണമായ സമ്മതത്തോടെ തന്നെ നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൊസാദ് ഇതിനോടകം തന്നെ ഒന്നിലധികം പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏത് നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ മാത്രമേ ഈ അവസരത്തിൽ അവർക്ക് സംശയം ബാക്കിയുള്ളൂ. അങ്ങനെ ഇസ്രായേൽ പാലസ്തീൻ വിഷയം ഇനി എന്നേക്കുമായിട്ട് അവസാനിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴും ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഹമാസിൻ്റെ ഈ പറയുന്ന സൈനിക സന്നാഹങ്ങൾ എന്നൊക്കെ അതിന് വിളിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും അത്തരത്തിലുള്ള ഈ വെടിക്കോപ്പുകളും മറ്റും കൊണ്ടുവച്ചിരിക്കുന്നത് ഈ സിവിലിയൻ കേന്ദ്രങ്ങളിലാണ്. അതായത് സ്കൂളുകളുടെ അണ്ടർഗ്രൗണ്ട് നിലകളിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ, അല്ലെങ്കിൽ ഈ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത്, ഇത്തരത്തിൽ. അപ്പോൾ ഇവിടെ എന്തിനാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇരവാദം മുഴക്കാൻ വേണ്ടിയാണ്. ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഈ പറയുന്ന ഈ സിവിലിയൻ കേന്ദ്രങ്ങളിൽ അടിക്കും. അപ്പോൾ അവിടെ സാധാരണ ജനങ്ങളുടെ ജീവൻ നഷ്ടമാകും. അപ്പോൾ ഇവർക്ക് ഇരവാദം ഉയർത്തി കൂടുതൽ ഫണ്ടുകളും മറ്റും സമാഹരിക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ഇവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അമേരിക്ക കൂടെ ഇസ്രായേലിന് പൂർണ്ണമായ പിന്തുണ നൽകി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഹമാസിന്, അതായത് പാലസ്തീന് ഇത്തരത്തിലുള്ള ഒരുപാട് സാധാരണക്കാരുടെ ജീവൻ അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് സ്ത്രീകളും കുട്ടികളും അടക്കം വളരെ നിഷ്കളങ്കരായ ഒരുപാട് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ട്രംപ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള യാതൊരു ബോധവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. രാവിലെ എഴുന്നേറ്റ് കാരണം എന്താ പറയുക, ഒരു ബാലിശമായ ഒരു കുട്ടിയുടെ കയ്യിൽ എന്താ പറയുക, ഒരു വലിയൊരു അമേരിക്കൻ പ്രസിഡന്റ് കസേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിൻ്റെ രാജാവിൻ്റെ കസേരയാണ്. അപ്പോൾ അതൊരു ബാലിശമായിട്ടുള്ള മനുഷ്യൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹം ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്ത് കിനാവാണോ കാണുന്നത് അത് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം. അപ്പം ഇവിടെ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറയുന്നത് അത്തരത്തിൽ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം കൂടെയാണ്. എന്തായാലും വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് ഹമാസ് പിൻവാങ്ങിയത് തന്നെയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് എന്നാണ് പ്രത്യക്ഷമായ കാരണമെങ്കിലും ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഹമാസിന് പിന്തുണ ഇറാൻ നൽകുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് 1990കളുടെ തുടക്കം മുതൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഹമാസിന് സൈനിക സഹായവും പരിശീലനവും സാമ്പത്തിക സഹായവും നൽകി വരുന്നുണ്ട്. ഇറാൻ ഹമാസിൻ്റെ പ്രധാന രക്ഷാധികാരിയെ ഇപ്പോഴും തുടരുന്നുണ്ട്. അവർക്ക് ഫണ്ടുകൾ, ആയുധങ്ങൾ, പരിശീലനം എന്നിവ ഇവർ നൽകുന്നുണ്ട്. അതായത് നമുക്കറിയാം ഇറാൻ പോലുള്ള ഒരു രാജ്യം ഹൂത്തികൾക്കും ഹിസ്ബുള്ളകൾക്കും ആയുധങ്ങൾ നൽകുന്നുണ്ട്. ഈ മരുഭൂമി പ്രദേശമായതുകൊണ്ട് തന്നെ സാറ്റലൈറ്റിൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ രേഖപ്പെടുത്താൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാടാണ് സാറ്റലൈറ്റ് നിരീക്ഷണത്തിലൂടെ, മരുഭൂമി ആയതുകൊണ്ട്. അപ്പോൾ ഇതുവഴി ഇവർ ഇത്തരത്തിൽ, അതായത് സമ്പുഷ്ടീകരണപ്പെട്ട യുറേനിയം പാലസ്തീനിലോട്ട് തന്നെ മാറ്റിയോ, അതായത് ഗാസ വഴി പാലസ്തീനിലോട്ട് തന്നെയാണോ മാറ്റിയത്, ഇത്തരത്തിലുള്ള, അതായത് ഇതിനകത്തേക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കൈകളിലേക്ക്, ആണവായുധ
ആയുധം ഹമാസിന് നൽകുന്നു എന്നല്ല പറയുന്നത്. അല്ല, ഇവരുടെ കയ്യിലുള്ള യുദ്ധസന്നാഹങ്ങൾ, ഇപ്പോൾ അറിയാം ചൈനയൊക്കെ ആണ് ഇറാന് യുദ്ധ കോപ്പുകൾ നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതെല്ലാം, അതായത് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ലക്ഷ്യമാണുള്ളത്, ഇസ്രായേൽ എന്ന രാജ്യത്തിനെ തുടച്ചു നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഹമാസിന് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ നൽകുക എന്ന് പറയുന്നത് വളരെ, അതായത് ലോകത്തിന് തന്നെ ഒരു വിനാശം ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. കാരണം ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദി സംഘടനയാണ്. അത് UN പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് തീവ്രവാദി സംഘടന അല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അന്താരാഷ്ട്ര കോടതിയിൽ കേസ് പോയിട്ടുണ്ടെങ്കിലും അത് ഒരു തീർപ്പൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ലോകത്തോട് ട്രംപ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഞാൻ തന്നെയാണ് ഇടപെട്ടത്, ഞാൻ തന്നെയാണ് ഇത് പരിഹരിക്കാനായി പോകുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു ട്രംപ് വന്നത്. പക്ഷേ അത്തരത്തിൽ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ ഒരു വൈഷമ്യം അത് തന്നെയാണ്. അതായത് ഇറങ്ങിയിട്ട് വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഹമാസ് അതിൽ നിന്ന് പിന്മാറിയല്ലോ. അപ്പോൾ അത് ആ ഒരു വൈഷമ്യത്തിലാണ് ട്രംപ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു എന്നാൽ പിന്നെ അങ്ങ് അടിച്ച് തീർത്തേക്കും മൊത്തവും എന്നുള്ള രീതിയിൽ ട്രംപ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ഹമാസിനെ എന്താ പറയുക, ഈ പൂർണ്ണമായി ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഹമാസ് ഒറ്റക്കെട്ടല്ലെന്നും സദുദ്ദേശത്തോടു കൂടിയല്ല അവർ പ്രവർത്തിച്ചു പോരുന്നതെന്നും ട്രംപ് പറഞ്ഞു. അവർക്ക് മറ്റു ചില താല്പര്യങ്ങളുണ്ട്, ഭീകരവാദവും മറ്റ് പണപ്പിരിവും ഒക്കെ തന്നെയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നതെന്നും ട്രംപ് വിലയിരുത്തിയതായി ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റിലെ പ്രതിനിധി സ്ലീവിറ്റ് കോഫ് പറയുകയുണ്ടായി. ബന്ദികളെ പുറത്തെത്തിക്കുക അത് തന്നെയാണ് പ്രാഥമികമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നാണ് ഇതേസമയം ഇസ്രായേൽ പറയുന്നത്. അതിനുവേണ്ടി ബദൽ മാർഗങ്ങൾ തേടുകയാണെന്ന് റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് അവിടെ പറയുന്നത് അവർ ഒരുപക്ഷെ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അത് വളരെ മോശമാണ്. എന്നിരുന്നാലും ഹമാസ് ഇല്ലാതാക്കുക എന്ന് മാത്രമാണ് ഇനി ഏകമാർഗം. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ബന്ദികളുടെ ജീവൻ എടുത്തിട്ടാണ്, ബന്ദികൾ ഉദ്ദേശിക്കുന്നത് യുദ്ധബന്ദികളാണ് ഇവിടെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുപോയത്, അവരുടെ ജീവൻ നശിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ്. അതിൽ വിഷമമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വല്ലാത്ത ഘട്ടത്തിലേക്കാണ് ഇത് കടന്നു പോകുന്നത്. വളരെ ഭീതിജനകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇത് പോകുന്നത്. നിങ്ങൾക്ക് ആ പോരാട്ടം പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് സ്കോട്ട്ലൻഡിലേക്ക് യാത്ര തിരിക്കും മുമ്പ് ട്രംപ് നെതന്യാഹുവോട് ചൂണ്ടിക്കാട്ടിയത്. ചർച്ചകളൊക്കെ തകർന്നു തരിപ്പണമായിരിക്കുന്നു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മറ്റാർക്കുമല്ല, ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ അല്ല, പകരം അത് ഹമാസിന് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലുള്ള ചർച്ചകളും വേണ്ട, ഹമാസിനെ തീർത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തന്നെ അവസാനിക്കില്ലേ പിന്നെ എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. അപ്പോൾ ഡസൻ കണക്കിന് ബന്ദികൾ മോചിപ്പിക്കപ്പെടുകയോ കസ്റ്റഡിയിൽ മരിക്കുകയോ ചെയ്തോട്ടെ, ഈ ഹമാസിൻ്റെ വിലപേശൽ ശക്തി ഏറെ ദുർബലമായിരിക്കുകയാണ്. ഇത്തരത്തിൽ ബന്ദിഭോജനത്തിലേക്ക് ഹമാസ് കടക്കാത്തതിൻ്റെ ഒരു കാരണമായും നേരത്തെ വിദഗ്ധർ പറഞ്ഞിട്ടുള്ള ഒരു നിരവധി ആളുകൾ ഇതിനു മുമ്പ് തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതായത് ഇനിയിപ്പോൾ കാണിക്കാൻ ബന്ദികളില്ല എന്നുള്ളതാണ്. ഇവർ തന്നെ ബലാത്സംഗം ചെയ്തും അല്ലാതെയും എന്താ പറയുക വധിച്ചിരിക്കുന്നു, കുറേ ബന്ദികളെ വധിച്ചിരിക്കുന്നു. പിന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിലും ചില ബന്ദികൾ മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി വിലപേശാനായിട്ടുള്ള ബന്ദികൾ പോലും കയ്യിലില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ആരെ മുൻനിർത്തി ഹമാസ് ഇത്തരത്തിൽ ബന്ദിമോചനത്തിൻ്റെ ചർച്ചകളായി മുന്നോട്ട് പോകും, വിലപേശും എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. അതേസമയം ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന അനുസരിച്ച് ഈജിപ്തും ഖത്തറും ഗാസയിൽ വെടിനിർത്തലിനായി മധ്യസ്ഥത വഹിക്കുന്നതിൽ മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക പിന്മാറിയാലും ഇല്ലെങ്കിലും ഖത്തറും ഈജിപ്തും ഇത് എത്രയും വേഗം അവസാനിപ്പിക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കും, അത് സ്വീകരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സങ്കീർണമായ ചർച്ചകൾ ഒരുപക്ഷെ വഴിമുട്ടിപ്പോകുന്നത് സാധാരണമാണ്. അതിനെ ഓർത്ത് തന്നെ ആലോചിച്ച് നിരാശപ്പെടേണ്ടതോ പഴിചാരേണ്ടതോ ആയിട്ടുള്ള ആവശ്യകതയില്ല എന്നാണ് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അണിയറയിൽ നടന്നു തുടങ്ങി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.